സോ നമ്മൾ നോക്കുന്നത് ഓൾറെഡി WLED കോൺഫിഗർ ചെയ്തിട്ടുള്ള ഒരു ESP32 മൊഡ്യൂളിലെ വൈഫൈനെ മറ്റൊരു വൈഫൈയിലേക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ ESP32 മൊഡ്യൂളിന് ഒരു പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുക. ഇനി നമ്മുടെ WLED ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം വൈഫൈ സെറ്റപ്പിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഓറിഡോ 62 എന്ന് പറയുന്ന ഒരു വൈഫൈയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ വൈഫൈ റൗട്ടർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു വൈഫൈ റൗട്ടറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വൈഫൈ റൗട്ടർ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് WLED ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലെങ്ങനെ കോൺഫിഗർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം 2 WLED എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുണ്ട്, പക്ഷേ രണ്ടും ഓഫ്ലൈനാണ്. ഇനി ആഡ് ന്യൂ ഡിവൈസ് കൊടുക്കുന്നു, സെർച്ച് ഫോർ ഡിവൈസ് കൊടുക്കുന്നു, പക്ഷേ നോ ഡിവൈസ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഫോൺ ഡീലിംഗ് C2D4 എന്ന് പറയുന്നൊരു വൈഫൈയിലേക്കാണ് കണക്ട് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ESP മൊഡ്യൂള് കണക്ട് ആയിട്ടിരിക്കുന്നത് പഴയൊരു വൈഫൈയിലേക്കായിരുന്നു. അതുകൊണ്ട് പുതിയ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫോണിൽ വൈഫൈ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ WLED API എന്ന് പറയുന്നൊരു വൈഫൈ കാണിക്കും. അതിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ടു കണക്ട് എന്ന് പറഞ്ഞ് വീണ്ടും എഴുതി കാണിക്കും. നമ്മളത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4.3.2.1 എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സ് നമ്മുടെ ബ്രൗസറിൽ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് കോൺഫിഗ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ വൈഫൈ സെറ്റപ്പിൽ നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്യുക. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം പഴയ ഓറിഡോ 62 എന്ന് പറയുന്ന വൈഫൈയിൽ നിന്ന് മാറിയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡീലിംഗ് C2D4 വരുന്നുണ്ട്. ഇനി അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ പഴയ ESP32 മൊഡ്യൂള് പുതിയ വൈഫൈ ആയിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വൈഫൈയും ചേഞ്ച് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നമ്മൾ WLED ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ESP32 മൊഡ്യൂള് നമ്മുടെ WLED ആപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ആഡ് ഡിവൈസ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ന്യൂ ഡിവൈസ് ഫൗണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തതിന് ശേഷം അത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ESP32 മൊഡ്യൂളും നമ്മുടെ WLED ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മുടെ ESP32 മൊഡ്യൂളിനെ WLED കോൺഫിഗർ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടായിട്ട് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ WLEDയിലെ വൈഫൈ കോൺഫിഗർ ചെയ്യുന്നതിനുള്ള ഒരു ഈസി മെത്തേഡ്. ഈ സെയിം മെത്തേഡ് തന്നെ നമുക്കൊരു ലാപ്ടോപ്പ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.